കോഴിക്കോട് വെച്ച് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ എന്ന മോട്ടിവേഷണൽ സ്പീക്കർ നടത്തിയ ഒരു പരിപാടിക്കിടയിൽ അദ്ദേഹം കാണികളെ അസഭ്യം പറഞ്ഞുവെന്നും അതിന്റെ പേരിൽ കാണികളെ ഇറക്കി വിട്ടു എന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇങ്ങനെ പറയുന്ന മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്പർ 1, അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ല. ഒരു കാര്യം പഠിക്കാതെ, ഒരാൾ എന്താണ് എന്ന് അന്വേഷിക്കാതെയാണ് നിങ്ങൾ വിമർശിക്കുന്നത്. അദ്ദേഹത്തിന്റെ സൈറ്റിലൊക്കെ വളരെ വ്യക്തമായി വിശദമായി പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ബിസിനസ് കോച്ചാണ്, ഒരു മോട്ടിവേഷണൽ സ്പീക്കറേ അല്ല. മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ആളുകളെ കുറെ അങ്ങോട്ട് ചാടിപ്പിച്ച് ഇങ്ങോട്ട് ചാടിപ്പിച്ച് കുറെ കോമഡി പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിച്ച് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി എന്തൊക്കെയോ മനസ്സിലായി എന്ന തോന്നലിലൂടെ ആളുകൾ ഇറങ്ങിപ്പോവുകയും ഒരു ദിവസം കഴിഞ്ഞാൽ അതെല്ലാം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒരു കോമഡി ഷോയാണ് എന്ന് വിചാരിച്ച് വന്ന കുറെ ആളുകൾക്ക് അവർക്ക് ഇത് മനസ്സിലായി കാണില്ല ബിസിനസ് കോച്ചിങ് എന്താണ് എന്നുള്ളത്. കോമഡി സിനിമ ആണെന്ന് കരുതി വടക്കൻ വീരഗാഥ സിനിമ കാണാൻ പോകുന്ന ചില ആളുകൾക്കുണ്ടാകുന്ന അനുഭവമാണ് അവിടെ ഉണ്ടായത്. അതുപോലെ വന്ന ഒന്ന് രണ്ട് വ്യക്തികൾ ഉണ്ടാക്കിയ പ്രശ്നമാണ് ഇതിനെല്ലാം കാരണം. അപ്പോൾ മോട്ടിവേഷണൽ സ്പീക്കർമാർക്ക് മോട്ടിവേഷൻ വേണോ എന്ന രീതിയിൽ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടാണ് പല പോസ്റ്റുകളും ആളുകൾ പോസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ബിസിനസ് കോച്ച് എന്ന രീതിയിലാകുമ്പോൾ ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധമാണ് ഉണ്ടാകും. പലർക്കും പല രീതിയിലാണ്, പല അധ്യാപകരുടെയും ശൈലി വ്യത്യാസമുണ്ടാകും. ഇദ്ദേഹത്തിന്റെ ശൈലി ഒരുപക്ഷെ ശകാരിച്ചുകൊണ്ട് ഒരു ശകാര രൂപേണയുള്ള രീതിയിൽ ബിസിനസ്സുകാരെ പഠിപ്പിച്ച് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ വീഡിയോ എല്ലാം കണ്ടാൽ മനസ്സിലാകും അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മോട്ടിവേഷൻ അല്ല. ബിസിനസ്സുകാർക്ക് അവരെവിടെയാണ് സ്റ്റക്കായി നിൽക്കുന്നത്, സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് എവിടെയാണ്, എന്തുകൊണ്ടാണ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കാത്തത് എന്ന കാരണങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അവരെ പഠിപ്പിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിന്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനിടയ്ക്കൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, ബിസിനസ്സുകാരെ ശകാരിക്കാൻ ആളില്ലാത്തതാണ് കുഴപ്പം, നിങ്ങളെ ശകാരിക്കാൻ ഞാനുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്ന പല വീഡിയോസ് ഉണ്ട്. ഇതിലെ സംഘാടകർ റിപ്പോർട്ടർ ടിവിയോട് പറയുന്ന ആ വീഡിയോ ഞാൻ 2-3 പ്രാവശ്യം കേട്ടു. അത് വ്യക്തമായി ആ വീഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം സംഘാടകരുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഡോക്ടർ അനിൽ ബാലചന്ദ്രനെ കണ്ട് സംസാരിച്ചു, അദ്ദേഹം വരാൻ വൈകി, ചെന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എന്നോട് 5000-ഓളം ആളുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു, അത്രയും ആളുകളെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല, അത്രയും ആളുകളില്ലാത്ത ഒരു വേദിയിലേക്ക് വന്ന് സംസാരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളുടെ പൈസ മുഴുവൻ, ശ്രദ്ധിക്കണം, മുഴുവൻ പൈസയും റീഫണ്ട് തരാം, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് അദ്ദേഹം പറയുമ്പോൾ 4 ലക്ഷം മേടിച്ചത് അദ്ദേഹത്തിന് അതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. അദ്ദേഹം വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്, നിങ്ങളുടെ 4 ലക്ഷം എനിക്ക് വേണ്ട, ഇത് എന്റെ ഓഡിയൻസ് അല്ല, എനിക്ക് ഇത്ര ഓഡിയൻസ് പോരാ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മാന്യതയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇഷ്ടമില്ലാതെ പങ്കെടുക്കാൻ മടിച്ചുകൊണ്ട് നിന്നപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് എന്ന് വേണം ആ വീഡിയോയിൽ നിന്നും ഈ സംഘാടകരുടെ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. മുഴുവൻ പൈസയും തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മാന്യമായ നിലപാടിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അത് ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും എന്തൊക്കെ തന്നെയായാലും, അത് മുഴുവൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്കല്ല, അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള യത്തീം ഖാനയിലേക്കാണ് ഓരോ പൈസയും പോകുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. നിങ്ങൾ അദ്ദേഹത്തിന്റെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ വന്ന് തെറി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊക്കെ പൈസ കിട്ടുന്നുണ്ട്. ഫേസ്ബുക്കിൽ ഇടുന്ന ഓരോ കമന്റിനും ഫേസ്ബുക്ക് പൈസ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അവിടേക്കാണ് പോകുന്നത്. അതുപോലെ അദ്ദേഹം കഴിഞ്ഞ ജനുവരി മാസം 1-ാം തീയതി അദ്ദേഹത്തിന്റെ പിറന്നാളാണ്. ആ ദിവസം അദ്ദേഹം കേരളത്തിലെ 5 സാമ്പത്തികമായി പുറകിൽ നിൽക്കുന്ന 5 യുവതികളുടെ വിവാഹം മുഴുവൻ ചെലവും എടുത്തുകൊണ്ട് അദ്ദേഹം നടത്തി കൊടുക്കുകയുണ്ടായി. ആവശ്യമായ സ്വർണം, നല്ല വില കൂടിയ വസ്ത്രങ്ങൾ, ഏറ്റവും നല്ല ഒരു ഹാളിൽ, AC ഹാളിൽ വിഭവസമൃദ്ധമായി സദ്യയോടുകൂടി എല്ലാവിധ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും അടക്കം ഗംഭീരമായി സ്വന്തം പെങ്ങളുടെ വിവാഹം എങ്ങനെയാണ് നടത്തി കൊടുക്കുന്നത് അതുപോലെ നടത്തി കൊടുത്ത ഒരു വ്യക്തിയാണ്. തനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് സമൂഹത്തിന് കൊടുക്കണം എന്നുള്ള സാമൂഹിക പ്രതിബദ്ധത ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ചില ആളുകൾ അവിടെ പെരുമാറിയത് എന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഒരാൾ വിമർശിക്കുമ്പോൾ അദ്ദേഹം എന്താണ് എന്ന് മനസ്സിലാക്കണം. ഇന്ന് അവിടെ ബഹളം കൂട്ടിയ അദ്ദേഹം ഒച്ചയെടുക്കുകയും അക്രമാസക്തര് ഒക്കെ ആകുന്ന ആളുകൾ, അവർക്കൊന്നും ഈ രീതിയിലുള്ള മൂല്യങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്തരം മൂല്യങ്ങൾ ഉള്ള ഒരാൾക്ക് പോലും ഇത്രയും ആക്രോശിച്ച് പ്രതിബദ്ധത ഇല്ലാതെ ഈ രീതിയിൽ പെരുമാറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത് ഈ സംഘാടകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും അധികം പറയുവാൻ തോന്നുന്ന വിഷയം. അദ്ദേഹം പറയുന്നുണ്ട്,
ഞങ്ങൾ അദ്ദേഹത്തിന്റെ യൂട്യൂബിലുള്ള വീഡിയോയിലുള്ള പദപ്രയോഗങ്ങൾ കേട്ടതുകൊണ്ട് അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു, ഇത് കോഴിക്കോടാണ്, അത്തരം വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? കോഴിക്കോട് എന്താ അത്രയും സഹിഷ്ണുത ഇല്ലാത്ത ആളുകളാണോ ഉള്ളത്? കോഴിക്കോട് കലാ സാംസ്കാരിക രംഗത്ത് ഇനി സ്പോർട്സ് ആയാലും സിനിമയായാലും സാഹിത്യമായാലും ഏത് മേഖലയിലും വളരെ മുന്നോട്ട് നിൽക്കുന്ന ജനങ്ങളാണ് കോഴിക്കോടുള്ളത്. മാത്രമല്ല സഹിഷ്ണുതയുടെ കാര്യത്തിലും സൗമനസ്യത്തിന്റെ കാര്യത്തിലും വളരെയധികം പേര് കേട്ട ആളുകളാണ് കോഴിക്കോട്ടുകാര്. ആ കോഴിക്കോട്ടുകാരെ അസഹിഷ്ണുതയുള്ള ഒരു ജനവിഭാഗമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഈ സംഘാടകരാണ്. അത് വളരെ മോശമായി പോയി. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഒരു പക്വതയില്ലാത്ത വിവേകമില്ലാത്ത രീതിയിലാണ് സംഘാടകര് ഈ വിഷയത്തെ സമീപിച്ചതും അവിടെയുള്ള സംഘാടകത്വം മുഴുവൻ തന്നെ അവർക്ക് പറ്റിയ പാളിച്ചയുടെ ഭാഗമാണ് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കാനാണ് എനിക്ക് താല്പര്യം. പിന്നെ പ്രധാനമായിട്ടും അവരുടെ ആരോപണം തെണ്ടി എന്ന് വിളിച്ചു എന്നുള്ളതാണ്. അതിനകത്ത് അദ്ദേഹം ആരെയാണ് വിളിക്കുന്നത്? അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് താല്പര്യമില്ലായിരുന്നു വരുവാനായിട്ട്, ഞാൻ പൈസ മുഴുവൻ റീഫണ്ട് ചെയ്യാൻ പോയതാണ്, പക്ഷെ ഇവര് വന്ന് എന്റെ കാല് പിടിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് മുഴുവൻ പൈസ കിട്ടിയത് കൊണ്ട് എനിക്ക് ഇവരുടെ പുറകെ നടക്കേണ്ടി വന്നില്ല. അല്ലായിരുന്നുവെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ ആ വിചാരിച്ച അത്ര ആൾക്കാർ ഇല്ലാത്തത് കൊണ്ട് അവർ പൈസ തരാതിരുന്നാൽ ഞാൻ അവരുടെ പുറകെ നടക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിച്ച അത്രയും ആൾക്കാരില്ലാത്തത് കൊണ്ട് ഞാൻ ഈ സംഘാടകരെ വെള്ളം കുടിപ്പിച്ചു. അപ്പോൾ ഞാൻ ഒരു ജാട തെണ്ടിയാണെന്ന് അവർ വിചാരിച്ച് കാണും. അപ്പോൾ നിങ്ങളും ഇതുപോലെ പരിപാടി കഴിഞ്ഞ കസ്റ്റമറുടെ പുറകെ തെണ്ടി നടക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ തന്നെ മുൻകൂട്ടി മേടിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ പുറകെ ഓടി നടക്കേണ്ട തെണ്ടി നടക്കേണ്ട അവസ്ഥ ഒഴിവാക്കാം എന്ന് പറയുവാനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത് എന്ന് ആ വീഡിയോ കേൾക്കുന്ന ഒരു ബിസിനസ് മൈൻഡിൽ നിന്നുകൊണ്ട് വീഡിയോ കേൾക്കുന്ന ആർക്കും മനസ്സിലാക്കും. പക്ഷെ ഇതിനുള്ള പുറത്തു നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ മാത്രം കാണാൻ ശ്രമിക്കുന്ന, കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതൊരു വലിയ കുറ്റമായിട്ട് തോന്നുകയും ചെയ്യും. അത് അവരുടെ കുറ്റമല്ല, അവരത് മനസ്സിലാക്കുന്നതിന്റെ കുറ്റമാണ്. ആ മനുഷ്യൻ എന്താണ് പറയുവാൻ ശ്രമിച്ചത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും ഒരു അവസരം കിട്ടിയപ്പോൾ മോട്ടിവേഷൻ സ്പീക്കർമാർക്ക് മോട്ടിവേഷൻ വേണം എന്ന രീതിയിൽ എത്ര കമന്റ്സുകളാണ് വരുന്നത്, എത്ര വീഡിയോസ് ആണ് ഉണ്ടാക്കി വിടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിലെ 80% ആളുകളും പരാജയപ്പെട്ട ആളുകളാണ്. അവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കമന്റുകൾ ധാരാളമായിട്ട് ഒഴുക്കി വിടാൻ അവർക്ക് ഒരു മടി ഉണ്ടാകില്ല. വിജയിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ ചെന്നിരിക്കുമ്പോൾ എനിക്ക് പഠിക്കുവാൻ ആവശ്യമുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതിനെയാണ് കേൾക്കാൻ ശ്രമിക്കേണ്ടത്. അവിടെ നടക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളെയും ഒരു കസ്റ്റമർ മൈൻഡിലൂടെ അല്ല കാണേണ്ടത്. ഒരു സ്റ്റുഡന്റ് ഇരിക്കുന്ന രീതിയിൽ ആ പ്രോഗ്രാമിനെ വീക്ഷിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ വലിയ പ്രശ്നങ്ങൾ ആകുമായിരുന്നില്ല. പിന്നെ ഈ തെണ്ടി എന്നുള്ള വാക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സൗഹൃദ വലയത്തിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ഞാൻ അത് ഉപയോഗിക്കാറില്ല, ഇപ്പോൾ ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രം പറഞ്ഞു എന്നുള്ളൂ. ഞാൻ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ അത്തരം വാക്കുകൾ ഉപയോഗിക്കാറില്ല. പക്ഷെ എന്റെ ചില സുഹൃത്തുക്കളും മറ്റു പലരും വളരെ വ്യാപകമായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വളരെ വ്യാപകമായിട്ട് പരസ്പരം അഭിസംബോധന ചെയ്യാൻ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഈവൻ പട്ടി എന്ന് പോലും പരസ്പരം വിളിക്കുന്ന ആളുകളുണ്ട്. അത് കേട്ടിട്ട് അവർക്കൊന്നും ഒരു സൗഹൃദ കുറവോ അത് വലിയ അഭിമാനം ക്ഷതമായിട്ടോ ഒന്നും തോന്നാറില്ല. ഇവിടെ എന്തായാലും അദ്ദേഹം നിങ്ങളെ ആരെയും വിളിച്ചിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ടും എന്താണ് അവിടെ ക്ഷോഭം കൊള്ളേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ബസ്സിലോ മറ്റോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ അതിനെതിരെ പ്രതികരിച്ചാൽ, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഒരു പ്രശ്നമില്ലെങ്കിലും ഒരു തെറ്റ് ചെയ്യാത്ത ആളാണെങ്കിലും ഒരാൾ കല്ലെറിഞ്ഞാൽ, ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ പുറകെ പോകുന്ന ഒരു സാമൂഹ്യ മനഃശാസ്ത്രമുണ്ട്. ആ സാമൂഹ്യ മനഃശാസ്ത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനുശേഷം വേദിയിൽ കയറി വരുന്ന ഒരാൾ വളരെ വികാര വിക്ഷോഭത്തോടെ അലറി വിളിച്ച് സംസാരിക്കുന്നത് കേട്ടു. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കുന്നത് അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് ഒരു സാമൂഹിക സൈക്കോളജി അവിടെ പ്രവർത്തിക്കുന്ന രീതിയിൽ 2-3 വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു പക്വതയില്ലാത്ത സമീപനം കൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങൾ മാത്രമാണ്. വളരെ സ്നേഹപൂർവ്വം സഹിഷ്ണുതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം. അവിടുത്തെ സംഘാടകരുടെ പക്വതയില്ലായ്മ മൂലം അത് ഇങ്ങനെ പര്യവസായിട്ട് അവസാനിക്കുകയും മൊത്തത്തിൽ മോട്ടിവേഷൻ സ്പീക്കർമാരെയൊക്കെ കളിയാക്കുന്ന രീതിയിലേക്ക് ഇതൊക്കെ മാറി പോവുകയും ചെയ്തു. പിന്നെ ഒരു കാര്യം, ഇദ്ദേഹം ബിസിനസ് കോച്ച് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാംസ് എല്ലാം കണ്ടാലേ അറിയാം, പ്രോഗ്രാം കഴിഞ്ഞ അവസാനം മാത്രമാണ് എന്തെങ്കിലും ഒരു ഡാൻസ് ഉള്ളത്. സാധാരണ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ സ്പീക്കർ കുറെ അങ്ങോട്ടും ഓടും, പിന്നെ കുറെ ഇങ്ങോട്ടും ഓടും, പിന്നെ കുറെ ജോക്ക് പറയും, കുറെ തമാശ പറയും, കുറെ ആളുകൾ ചിരിക്കും. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ആളുകൾ പറയും അടിപൊളി പരിപാടിയായിരുന്നു എന്ന് പറയും. കാരണം അവർക്ക് തൽക്കാലത്തേക്ക് നൽകുന്ന ഒരു എനർജൈസർ മാത്രമാണ് മോട്ടിവേഷൻ സ്പീക്കിംഗ്. പക്ഷെ ഒരു ബിസിനസ് കോച്ച് കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു നോട്ട് ഉണ്ടാകും. ആ നോട്ടിനകത്ത്
അദ്ദേഹത്തിന്റെ ബിസിനസ്സിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ആവശ്യമായ ഇംപ്രൂവ്മെന്റ് എവിടെയെല്ലാം ചെയ്യണമെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ സംതൃപ്തമായ മനസ്സോടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോടെയായിരിക്കും അവർ പോകുന്നത്. മറ്റ് മോട്ടിവേഷണൽ ക്ലാസ്സുകളെ പോലെ 2 ദിവസം കഴിയുമ്പോൾ മാഞ്ഞു പോകുന്ന ക്ലാസ്സുകളല്ല ബിസിനസ് കോച്ചിങ് ക്ലാസ്സുകൾ. ഇത് മനസ്സിലാകാതെയാണ് ആളുകൾ ശക്തമായി പ്രതികരിക്കുന്നത്. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോസ് പോയി നോക്കൂ, അദ്ദേഹത്തിന്റെ സൈറ്റിൽ പോയി നോക്കൂ. എവിടെയും അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആണെന്ന് പറയുന്നേയില്ല.